നമസ്കാരം. കവിതയുടെ മധുവസന്തമൊരുക്കി മാമ്പഴത്തിന്റെ പുതിയൊരു അധ്യായം ഇതാ വന്നെത്തുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. മാമ്പഴത്തിന്റെ ഈ വേദിയിൽ ഇനി കവിത ചൊല്ലാൻ എത്തുന്നു അനന്തലക്ഷ്മി. അനന്തലക്ഷ്മി, മാമ്പഴത്തിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ ഇനി ഏത് വിഷയത്തിലാണ് കവിത ചൊല്ലുന്നത്? മരണം എന്ന വിഷയത്തിലാണ്. ആരുടെ കവിത? മഹാകവി കുമാരനാശാന്റെ വീണപ്പൂവ് എന്ന കവിത. വളരെ പ്രശസ്തമായ, ഏവർക്കും സുപരിചിതമായ ഒരു കവിതയാണ്. അത് വളരെ നന്നായി തന്നെ, അത് അർഹിക്കുന്ന മികവോടുകൂടി തന്നെ ചൊല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ചേച്ചി. പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീ ഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതൂർത്താൽ. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ ഏറ്റ വൈരിക്കു മുമ്പുഴറിയോടിവാട്ടെ. നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കിയാരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. ഹാ പാപമൂമൽ മലരേ പദ നിന്റെ മേലും ക്ഷേപിച്ചിതേ കരുണയറ്റ കരം കൃതാന്തൻ. വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്നു കബോധമെന്നും. ആഹാരജിച്ചു ചെറുലൂതകളാശു നിന്റെ ദേഹത്തിനേകി ചരമാവരണം ദുകൂലം. സ്നേഹാർദ്രയായുടനുഷസ്സുമണിഞ്ഞു നിന്മേൽ നീഹാരശീകര മനോഹരമന്ത്യഹാരം. എന്തിന്നലിഞ്ഞു ഗുണധോരണി വച്ചു നിന്മേലെന്തിന്നതാശു വിധിയേവമപാകരിച്ചു. ചിന്തിപ്പതാരറിയ സൃഷ്ടിരഹസ്യം ആവതിന്നുള്ളു. ഹാ ഗുണികളൂഴിയിൽ നീണ്ടുവാഴ. ഹാ ഗുണികളൂഴിയിൽ നീണ്ടുവാഴ. സാധിച്ചു വേഗമഥവാ നിജ ജന്മകൃത്യം സാധിഷ്ടർ പോട്ട് ഇഹ സദാ നിശിപാന്ധപാദം ബാധിച്ചു രൂക്ഷശിലവാഴ്വതിൽ നിന്നു മേഘജ്യോതിസുതൻ ക്ഷണിക ജീവിതമല്ലികാമ്യം. എന്നാലുമുണ്ടഴലെനിക്കു വിയോഗമോർത്തും ഇന്നത്ര നിൻ കരുണമായ കിടപ്പു കണ്ടും. ഒന്നല്ലിനാമൈ സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈ ഹരജിച്ചതു നമ്മയെല്ലാം. ഉൽപ്പന്നമായതു നശിക്കും അണുക്കൾ നിൽക്കും. ഉൽപ്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ. കൽപ്പിച്ചിടുന്നിവിടെ ഇങ്ങനെ ആഗമങ്ങൾ. ഖേദിക്ക കൊണ്ടു ഫലമില്ല നമുക്കതല്ല മോദത്തിനും ഭുവി വിപത്തു വരാം ചിലപ്പോൾ. ചൈതന്യവും ജഡവുമായി കലരാം ജഗത്തിലേതെങ്കിലും വടിവിൽ ഈശ്വര വൈഭവത്താൽ. കണ്ണേ മടങ്ങുക കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരു വിസ്മൃതമാകുമിപ്പോൾ. എണ്ണീടുക
സാധ്യമെന്തു കണ്ണീരിനാൽ, സാധ്യമെന്തു കണ്ണീരിനാൽ, അവനി വാഴുകിനാവു കഷ്ടം. കുമാരനാശാന്റെ വിശ്വപ്രസിദ്ധമായ ഈ കവിത അനന്തലക്ഷ്മി എങ്ങനെ ചൊല്ലി നമുക്ക് വിധികർത്താക്കളോട് ചോദിക്കാം. ലീലാകൃഷ്ണൻ സർ. മരണത്തെ അനശ്വരമാക്കിയ കവിതയാണ് ആശാന്റെ വീണപൂവ്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് വീണുപോയ ആ പൂവ് പക്ഷെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. എത്രയോ പൂവുകൾ വീണുപോയി. ജൈനിമേട്ടിൽ ഗുരുവിനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയ സമയത്ത് പാലക്കാട് ഒരു അപ്പോത്തിക്കരിയെ കാണാൻ പോയ സമയത്ത് ഗുരുവിനൊപ്പം താമസിച്ച വീട്ടിൽ വീണ് കിടക്കുന്ന ഒരു പൂവിനെ കണ്ടിട്ടാണ് ഈ കവിത എഴുതിയത് എന്നാണ് കഥ. ഹാ എന്ന് തുടങ്ങി കഷ്ടം എന്ന് അവസാനിക്കും. നോക്കിയിട്ടുണ്ടോ? ഹാ പുഷ്പമേ എന്ന് തുടങ്ങി അവനി വാഴ്വ് കിനാവ് കഷ്ടം. ഹാ കഷ്ടം എന്നൊരു വ്യാക്ഷേപക ശബ്ദത്തിനുള്ളിൽ വാഴ്വ് ഒടുങ്ങുന്നു. ഇതാണ് ജീവിതം. അതിലെ ഏറ്റവും നല്ല വരികൾ, വീണപൂവ് എഡിറ്റ് ചെയ്യൽ വലിയ പ്രയാസമാണ്. അതിലെ ഏറ്റവും നല്ല വരികളൊക്കെ അനന്തലക്ഷ്മി ഇതിൽ കൃത്യമായിട്ട് തിരഞ്ഞെടുത്തു. പക്ഷേ കാവാലത്തിൻ്റെ കവിത ചൊല്ലി അമ്പരപ്പിച്ചതും അത്ഭുതപ്പെടുത്തിയതും പോലെയൊന്നും ചൊല്ലിയില്ല, മോശമാക്കിയില്ല, എവിടെയും അപകടമൊന്നും പറ്റിയില്ല. ഇതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതാണ്. ഒന്നല്ലി നാമയി സോദരരല്ലി പൂവേ, ഒന്നല്ലി കൈ ഹരിച്ചത് നമ്മെ എല്ലാ ഭാഗം നന്നായി ഹൃദയസ്പർശിയായ ഒരു ജീവിതഭാവം വന്നു. ഏതാണ്ട് ഭംഗിയായിട്ട് തന്നെയാണ് ആലപിച്ചത്. ഒരു ഭാഗത്തും തെറ്റൊന്നും പറ്റിയില്ല. ഉൽപ്പന്നമായത് നശിക്കും, അണുക്കൾ നിൽക്കും. വല്ലാത്തൊരു ദർശനമാണിത്. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ, ഏറ്റ വൈരിക്ക് മുമ്പ് ഉടറിയോടിയ ഭീരുവാട്ടെ, നേരെ വിടർന്ന് വിലസീടിനെ നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. ജീവിതത്തെ പ്രണയിക്കാതിരിക്കാൻ കഴിയില്ല. മരിക്കുമെന്ന് അറിഞ്ഞിട്ടും ജീവിത രാഗമാണ്, ജീവിത വൈരാഗ്യമല്ല. ഇത് രണ്ടും അനുഭവിച്ച ആളാണ് ആശാൻ. ജീവിത വൈരാഗിയായ യോഗിയായിട്ട് സഞ്ചരിച്ച ആളാണ്. പിന്നീട് 42-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പൂർവാധികം ശക്തിയായിട്ട് മടങ്ങി വന്ന ആളുമാണ്. അപ്പം ജീവിത വൈരാഗ്യത്തിൽ നിന്ന് ജീവിത രാഗത്തിലേക്ക് വരുന്ന ഒരു പ്രതിപ്രവർത്തനം മരണത്തെക്കുറിച്ചുള്ള ഈ കവിതയിലുണ്ട്. അതിൻ്റെ സൂക്ഷ്മതലങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഭാവിയിലേക്ക് നല്ലതാണ് നിങ്ങൾക്ക്. ഏതായാലും ഈ കവിത നന്നായി തന്നെയാണ് ആലപിച്ചത്. അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. ലാളിച്ചു പെറ്റ ലത അൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വച്ചു നിന്നെ. ഇലകളും അല്ലേ വള്ളിയും ശിഖരങ്ങളുമെല്ലാം ലാളിച്ച് വളർത്തിയ പൂവ് ഒരു നിമിഷം കഴിയുമ്പോൾ താഴെ വീഴുന്നു. ഉൽപ്പന്നമായവ എല്ലാം നശിക്കും, അണുക്കൾ നിൽക്കുമെന്ന സനാതനമായ ശാസ്ത്ര സത്യം വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള വിരഹ നഷ്ട ബോധ കവിതയിൽ ആശാൻ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. മനോഹരമായിട്ട് ആലപിക്കാൻ മോൾ ശ്രമിച്ചു. പിന്നെ ഒരു കാര്യമുള്ളത്, സാധാരണഗതിയിൽ പരമ്പരാഗത രീതിയിലുള്ള ചൊല്ലൽ ആണ് അനുവർത്തിച്ചത്. ഇത് ഈ മാമ്പഴത്തിൻ്റെ വേദിയിൽ വീണവിന് വലിയ ഒരു പരീക്ഷണ തലത്തിലുള്ള ഒരു ഉയർന്ന ആലാപന രീതി കൊണ്ടുവരാനുള്ള ശ്രമമാണ് വേണ്ടത്. നമ്മൾ സാധാരണ ഒരു കവിത ചൊല്ലുന്ന ആ മട്ടിൽ തന്നെ മനോഹരമായി പരമാവധി ചൊല്ലി. എങ്കിലും കുറച്ചുകൂടെ ഹോംവർക്ക് വേണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ആശംസകൾ. നന്ദി സർ. അനന്തലക്ഷ്മിക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നറിയാം. ലീലാകൃഷ്ണൻ സർ. അനന്തലക്ഷ്മിക്ക് 50-ൽ 47 മാർക്ക്. നന്ദി സർ. മുരുകൻ സർ. കുറയ്ക്കുന്നില്ല ഞാനും. 50-ൽ 47. നന്ദി സർ. കുമാരനാശാന്റെ വീണപൂവ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ 100-ൽ 94 മാർക്കാണ് അനന്തലക്ഷ്മിക്ക് ലഭിച്ചത്. അഭിനന്ദനങ്ങൾ. ഇനി ഒരു യുഗ്മ കവിത ചൊല്ലാൻ എത്തുന്നു സാന്ദ്രയും അനഘലക്ഷ്മിയും. അനഘലക്ഷ്മി, സാന്ദ്ര, ഇന്ന് ഏത് കവിതയാണ് നിങ്ങൾ ചൊല്ലുന്നത്? ഞങ്ങൾ എടപ്പള്ളി രാഘവൻ പിള്ളയുടെ കാമുകൻ. കാമുകൻ, അത് പറയുമ്പോൾ ഒരു ചെറിയ നാണമൊക്കെ ഉണ്ട് അനഘലക്ഷ്മിക്ക്. കാമുകൻ ആരാണെന്ന് നിങ്ങളുടെ വേഷവിധാനത്തിൽ നിന്നും മനസ്സിലാവും. എന്തായാലും ഈ യുഗ്മ കവിത വളരെ തനിമയോടുകൂടി തന്നെ ചൊല്ലാൻ ഇരുവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനൊരു കാർമുകിലായാൽ നീ എന്തു ചെയ്യും? ജ്ഞാനത്തിൻ മധ്യത്തിൽ വൈദ്യുതവല്ലിയായി വാനിൽ വളരൊളി വീശിമിന്നും. മാമകാനന്ദ
വെൺമണൽ തിട്ടായി ഞാൻ തീർന്നെന്നാലോ കൺമണി കാനന ചോലയിൽ ചേരുന്ന വെൺമണൽ തിട്ടായി ഞാൻ തീർന്നെന്നാലോ ആ മൺതരികളെ കോൾമയിർ കൊള്ളിക്കും ഹേമന്ത ചന്ദ്രികയായിടും ഞാൻ. ആ മൺതരികളെ കോൾമയിർ കൊള്ളിക്കും ഹേമന്ത ചന്ദ്രികയായിടും ഞാൻ. തങ്കം ഞാൻ മുഖമാം വേടുവായൂഴി തന്നംഗത്തിലെങ്ങാൻ ഇറങ്ങിയാലോ തങ്കം ഞാൻ മുഖമാം വേണുവായൂഴി തൻ അംഗത്തിലെങ്ങാൻ ഇറങ്ങിയാലോ ഹാ നാഥ, ഹാ നാഥ, ഞാനിളം പുല്ലായതിന്മീതെ ആനമിച്ചെന്നും പൊഴിക്കും അശ്രു. ഹാ നാഥ, ഹാ നാഥ, ഞാനിളം പുല്ലായതിന്മീതെ ആനമിച്ചെന്നും പൊഴിക്കും അശ്രു. സാന്ദ്ര, അനഘലക്ഷ്മി, പ്രണയാർദ്രമായൊരു ആലാപനം അല്ലേ? കൊച്ചു കുട്ടികളാണെങ്കിലും എന്ത് രസമായിട്ടാണ് നിങ്ങൾ ഈ കവിത ചൊല്ലിയത്. ആ പ്രേമത്തിടമ്പേ എന്നൊക്കെ പറയുമ്പോൾ അനഘലക്ഷ്മിയുടെ ഒരു നാണമൊക്കെ ഒന്ന് കാണണമായിരുന്നു. എന്തായാലും നമ്മുടെ വിധികർത്താക്കൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ ഈ ആലാപനത്തെ എന്ന് നമുക്ക് ചോദിച്ചറിയാം. ലീലാകൃഷ്ണൻ സർ. എന്താ പറയുക, ഗംഭീരമായി. നന്ദി സർ. അതൊന്നും പറയുന്നില്ല. കാലാതിവർത്തിയായ ദേശാതിവർത്തിയായ പ്രണയത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾ ആലാപനം കൊണ്ടും ഭാവഹാവാദികൾ കൊണ്ടും ഇവിടെ സൃഷ്ടിച്ചു. ഇത് കാലത്തിന് തോൽപ്പിക്കാനാവാത്തൊരു പ്രണയത്തിൻ്റെ പൂങ്കാവനമായി തീർന്നു ഈ സ്ഥലം, മാമ്പഴത്തിൻ്റെ ഈ വേദി. ഇടപ്പള്ളി അത്ഭുതകരമായൊരു പ്രണയാന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാമക ആനന്ദമേ എന്നാണ് വിളിക്കുന്നത്, പ്രേമത്തിടമ്പേ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഇതൊക്കെയാണ് പിന്നീട് മലയാള സിനിമാ ഗാനങ്ങളിൽ പ്രേമ സർവസ്വമേ എന്നൊക്കെ വയലാർ വിളിക്കുന്നുണ്ട്. പ്രേമ ഭിക്ഷുകി, ഇങ്ങനെയുള്ള സംബോധനകളൊക്കെ ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ, ഇഷ്ടമല്ലടാ ഇഷ്ടമാണെടാ എന്നൊക്കെ പോലുള്ള പാട്ടുകൾ വരുന്നതിന് മുമ്പുള്ളൊരു കാലമാണ് അനശ്വര പ്രണയത്തിൻ്റെ. ഞാൻ ഒരു മൂകമാം വേണുവായിട്ട് ഭൂമിയുടെ അംഗത്തിലേക്ക് ആഴ്ന്നു പോയാൽ അല്ലേ, ഞാൻ ഇളം പുല്ലായി അതിന്മീതെ ആനമിച്ചെന്നും പൊഴിക്കും അശ്രു. ആ വല്ലാത്തൊരു പ്രണയത്തിൻ്റെ അശ്രു ഉണ്ടല്ലോ. അത് പ്രണയത്തിൻ്റെ മാത്രമല്ല, മരണത്തിൻ്റെ കൂടിയാണ് ഇടപ്പള്ളിക്ക്. പ്രണയം മരണം പോലെ ആയിത്തീരുന്ന അത്ര അഗാധമാണ് ഇടപ്പള്ളിക്ക് ഈ പ്രണയാന്തരീക്ഷം. അതിൻ്റെ എല്ലാം നന്നായി തന്നെ ചെയ്തു. ദേവദാരുവിന് വനജ്യോത്സ്ന പോലെ, മേഘത്തിന് ഇടിമിന്നൽ പോലെ, സാർവലൗകികവും ലോകജീവിതത്തെ അതിശയിക്കുന്നതുമായ അത്ഭുത പ്രണയത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ സാക്ഷാത്കാരം നടത്തിയതിന്, ഈ പ്രായത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചതിന് വാക്കുകളാൽ അഭിനന്ദിക്കാൻ പറ്റില്ല. നമോവാകം. നന്ദി സർ. മുരുകൻ സർ. വളരെ നന്നായിരുന്നു കേട്ടോ രണ്ടുപേരും. ധാരാളം മുടിയുള്ള മൈക്കൽ ജാക്സൺ കാമുകനും തികച്ച് മലയാളി കാമുകിയും കൊള്ളാം, ഏറ്റവും നന്നായിട്ടുണ്ട്. കോട്ടൊക്കെ ഇട്ട് മാമക ആനന്ദമേ എന്നൊക്കെ കാമുകം വിളിക്കുന്ന കേൾക്കാൻ നല്ല രസമുണ്ട്. മോളും സാന്ദ്ര അല്ലേ, സാന്ദ്ര മനോഹരമായിട്ട് പിന്നെ ചൊല്ലി. രണ്ടാളും, സാന്ദ്രയും അനഘലക്ഷ്മിയാണ് കുറച്ചുകൂടെ ഭാവം കൂടുതൽ ഉള്ള, അതായത് ആ ഒരു പ്രണയിനിയുടേതായ എല്ലാ വൈകാരികതയും ഉണ്ടായിരുന്നത് അനഘലക്ഷ്മിക്കാണ്. ശബ്ദത്തിലും അതുണ്ട്. പിന്നെ സാന്ദ്രയെ സംബന്ധിച്ചിടത്തോളം വളരെ അവസാനത്തിൽ നല്ല പ്രണയാതുരമായി വന്നിട്ട് ചിലപ്പോൾ ഒരു വിരഹമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ വരികൾ വരുമ്പോൾ നിങ്ങളുടെ പിന്നെ ശരീരഭാഷയിൽ തന്നെ അത് നന്നായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. വളരെ മനോഹരമായി തോന്നി കേട്ടോ. പ്രണനായകാന്ന് അല്ലേ, അത് അവർ രണ്ടുപേരും യുഗ്മ കവികളുമായിരുന്നു. നിങ്ങൾ ഈ യുഗ്മ കവിതയായിട്ട് ഇടപ്പള്ളി എടുക്കുമ്പോൾ ചങ്ങമ്പുഴ ഇടപ്പള്ളിയും ഏതാണ്ട്
ഒരേ തരത്തിൽ ഈ പറഞ്ഞ പോലെ മനസ്സുണ്ടായിരുന്ന യുഗ്മ കവികളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ ചിന്തകളുണ്ടായിരുന്ന, പ്രണയത്തെ സംബന്ധിച്ച ഒരേ ഭാവം നിലനിർത്തിയിരുന്ന. അപ്പോൾ ആ രണ്ട് കവികളും മലയാള സിനിമയിലെ ഗാനരചയിതാക്കളായി മാറിയിരുന്നു എങ്കിൽ മലയാള സിനിമാ ഗാന ശാഖ എത്രമാത്രം ഇപ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ സമ്പുഷ്ടമാകുമായിരുന്നു എന്ന് ഈ വരികളും ഇപ്പോൾ നമ്മൾ സിനിമയിലൂടെ കേൾക്കുന്ന ചങ്ങമ്പുഴയുടെ വരികളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായും ഈ ഒരു പ്രണയം, ഒരു മരണരതി എപ്പോഴും കവിതയിൽ സൂക്ഷിച്ചിരുന്ന ആളാണല്ലോ ഇടപ്പള്ളി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരിയിൽ അദ്ദേഹം ഈ ഓടക്കുഴലായി ഞാൻ അറിയാതെ അങ്ങ് പോയാൽ നീ എന്ത് ചെയ്യുമോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇനിയും വാലന്റൈൻസ് ദിനങ്ങൾ ആഘോഷിക്കരുത്. നിങ്ങൾ ഇടപ്പള്ളിയുടെ മരണദിനത്തെ ഉദാത്തമായ നിങ്ങളുടെ പ്രണയ ദിനമാക്കി മാറ്റണം കേട്ടോ. മാമ്പഴം അതിനൊരു ഒരു എന്താകട്ടെ, ഒരു നിമിത്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിമനോഹരമായ ചൊൽക്കാഴ്ചയായിരുന്നു നിങ്ങളുടെ ഈ കവിത. ആശംസകൾ. നന്ദി സർ. സാന്ദ്ര, വേഷത്തിലല്ലെങ്കിലും ഇത്രയും സ്നേഹമുള്ളൊരു കാമുകനെ ലഭിക്കണമെന്ന ആഗ്രഹം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും അല്ലെ. അത്ര സ്നേഹത്തോടെയാണ് കാമുകിയെ ചേർത്ത് പിടിച്ചത്, പ്രത്യേകിച്ച് അവസാന ഭാഗങ്ങളിൽ. അതിൻ്റെ ആഴവും തീവ്രതയും ഒക്കെ നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചു. എത്ര മാർക്ക് ലഭിച്ചു എന്ന് നമുക്കറിയാം. ലീലാകൃഷ്ണൻ സർ. സാന്ദ്രയ്ക്കും അനഘലക്ഷ്മിക്കും എനിക്കിപ്പോൾ തരാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന മാർക്ക് 50-ൽ 49 വീതം. നന്ദി സർ. മുരുകൻ സർ. എല്ലാവരെയും വീണ്ടും പ്രണയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രകടനം നടത്തി രണ്ടാളും. അതുകൊണ്ട് ഒരേ മാർക്കേ തരാൻ കഴിയുള്ളൂ. രണ്ടാളിനും 49. നന്ദി സർ. അനഘലക്ഷ്മിക്കും സാന്ദ്രയ്ക്കും പ്രണയാർദ്രമായ ഈ കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ 100-ൽ 98 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. കുട്ടിപ്പട്ടുറുമാൽ എന്ന പരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്ന ഒരു ഗാനം. മധുരമായി
കവിതയുടെ വർണ്ണപ്പകിട്ടിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം, ശുഭരാത്രി.